ഒരേ സമയം സിനിമയും സാഹിത്യവും ഇത്രമേൽ വഴങ്ങിയ മറ്റൊരു പ്രതിഭ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും സാധ്യത കുറവ്. അതാണ് എം ടി വാസുദേവൻ നായർ. സാഹിത്യരചനകളിലെ അതേ മാന്ത്രികത തിരക്കഥകളിലും എങ്ങനെ ആവാഹിച്ചു എന്നത് ഏവരെയും അമ്പരപ്പിക്കുന്നു. നോവലുകളിൽ ഒഴുക്കോടെയുള്ള വായന സമ്മാനിക്കുമ്പോൾ സിനിമകളിൽ നെഞ്ചിൽ കനൽ കോരിയിടുന്ന അതിതീക്ഷ്ണമായ ജീവിത സന്ദർഭങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് തനിക്കൊരിക്കൽ തോന്നിപ്പോയെന്ന് മമ്മൂട്ടി പറയുമ്പോൾ അതിൽ വൈകാരികതയ്ക്കും ഹൃദയബന്ധങ്ങൾക്കും അപ്പുറം മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന് വ്യക്തം. നടൻ മോഹൻലാലും എം ടിയുമായുള്ള സ്നേഹബന്ധം ഓർത്തെടുക്കുന്നത് വാക്കുകൾക്ക് വേണ്ടി പരതിക്കൊണ്ടാണ്. ദേശീയ അവാർഡിൻ്റെ തിളക്കത്തിനുമപ്പുറം എം ടി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടി എന്ന മഹാനടൻ മറ്റൊരു തലത്തിലേക്കാണ് എത്തിയത്. മമ്മൂട്ടിക്ക് പകർന്നാടാൻ ഒരുപിടി നല്ല കഥാപാത്രങ്ങളാണ് എം ടി മെനഞ്ഞെടുത്തത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ തുടങ്ങിയതാണ് അവരുടെ കൂട്ടുകെട്ട്. പിന്നാലെ എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ, അടിയൊഴുക്കുകൾ, തൃഷ്ണ, അനുബന്ധം, ആൾക്കൂട്ടത്തിൽ തനിയെ, ഒരു വടക്കൻ വീരഗാഥ, സുഹൃതം, പഴശ്ശിരാജ എന്നിങ്ങനെ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഈ കഥാപാത്രങ്ങളെല്ലാം ഒരു നോവായും വിങ്ങലായും മലയാളി സിനിമ ആസ്വാദകരുടെ മനസ്സിലുണ്ട്. എം ടിയും മമ്മൂട്ടിയും തമ്മിൽ സിനിമയ്ക്ക് പുറത്തുണ്ടായിരുന്നത് ആഴമേറിയ ആത്മബന്ധം തന്നെയായിരുന്നു. ഇരുവരും ഒരുമിച്ച് പങ്കെടുത്ത അവസാന പരിപാടിയിലാണ് അത് ഏറ്റവും പ്രകടമായത്. സ്വതവേ പരുക്കൻ പരിവേഷമുള്ള എം ടിയും മമ്മൂട്ടിയും ഏറെ വികാരപരമായാണ് അന്ന് പരസ്പരം പെരുമാറിയത്. മമ്മൂട്ടിയുടെ കയ്യിൽ പിടിച്ച് ഏറെ സ്നേഹത്തോടെ ആ നെഞ്ചിലേക്ക് ചേരുന്ന എം ടി ഒരു നേർത്ത കാഴ്ചയായിരുന്നു. ഒരു വാക്കും ഉരിയാടാതെ പരിസരം മറന്ന മട്ടിലുള്ള ആ നിൽപ്പിൽ എന്തെല്ലാമാണ് എം ടി മമ്മൂട്ടിയോട് പറയാതെ പറഞ്ഞത്. ഇന്നും മമ്മൂട്ടിയുടെ മനസ്സിൽ നിന്നും അതൊന്നും മാഞ്ഞിട്ടില്ല. വാചാലമായ ആ മൗനം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അത്രമേൽ ആർദ്രമായാണ് മമ്മൂട്ടിയും പ്രതികരിച്ചത്. ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. ഇങ്ങനെ പറയുന്നത് സാക്ഷാൽ മമ്മൂട്ടി തന്നെയാണ്. എം ടിയുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ അനുസ്മരിച്ച് ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ മമ്മൂട്ടി ഓർത്തെടുക്കുകയാണ്. 4 മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിലൂടെ കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ല. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാകുന്നത് പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു എന്നാണ് വികാരതീക്ഷ്ണമായി മമ്മൂട്ടി കുറിച്ചത്. ഞാൻ ആ സ്നേഹം വേണ്ടുവോളം ആസ്വദിക്കാൻ ഭാഗ്യമുണ്ടായ ആളാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. എം ടി വാസുദേവൻ നായരെ ഒടുവിൽ സിതാരയിലെത്തി അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിച്ച് വിട പറയുകയും ചെയ്തു മോഹൻലാൽ. എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ. ഒരുപാട് തവണ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിലെത്തിയിരുന്നു. തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു. ഓളവും തീരവുമാണ് ഞങ്ങളുടെ അവസാന ചിത്രം. ഇന്ത്യ കണ്ട മികച്ചൊരു എഴുത്തുകാരനാണ് നഷ്ടമായത്. മോഹൻലാൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 7 ചിത്രങ്ങളാണ് എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്തത്. 54 എണ്ണത്തിന് തിരക്കഥ എഴുതി. 73-ൽ സംവിധാനം ചെയ്ത നിർമ്മാല്യത്തിലൂടെ ദേശീയ പുരസ്കാരവും സംസ്ഥാന അവാർഡും ഒരുപോലെ എം ടിയെ തേടിയെത്തി. അതേസമയം സംവിധാനം ചെയ്ത ചിത്രങ്ങളെക്കാൾ അദ്ദേഹം ഒരുക്കിയ തിരക്കഥകൾ ആസ്വാദനത്തിൻ്റെ മറ്റൊരു ലോകത്തേക്കാണ് കാണികൾ എത്തിച്ചത്. വടക്കൻ പാട്ടുകളിലെ ചതിയൻ ചന്തുവിനെ ആകമാനം മാറ്റി വരച്ചപ്പോൾ ആ കഥാപാത്രത്തെ മലയാളികൾ നെഞ്ചിലേറ്റിയതാണ് എം ടിയുടെ മാജിക്.